കഠിന വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇനി ജയകുമാറിനെ ഒരു പൊതുസമ്മതൻ, എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. ശബരിമലയുമായി ശബരിമലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരത്തെയും അവിടെ ചുമതലകൾ ഉണ്ടായിരുന്നു എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. പൊതുവെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും വിമർശനമില്ലാത്ത ഒരു മുൻ ഉദ്യോഗസ്ഥൻ, മുൻ IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. ഒരു സംശയമില്ല. ഒരു മോഡറേറ്ററായി ഇരിക്കുന്ന ആൾക്ക് രാഷ്ട്രീയമുണ്ട് എന്നല്ല മനസ്സിലാക്കണം. മോഡറേറ്ററായി നിന്ന് അവിടെ ചർച്ചകൾ നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ പൊതു സ്വീകരണമായതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. അതൊരു പോയിന്റാണ്. അതല്ലാതെ ഈ പറഞ്ഞതിൽ ഒരു പാളിച്ചയില്ല. അദ്ദേഹത്തെ കൊണ്ടുവന്നത് പൊതു സ്വീകരണമായതുകൊണ്ട് ഈ പറഞ്ഞ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വന്ന വിവാദമുണ്ടായ സമയത്ത് അതിൽ നിന്നും കരകയറാൻ വേണ്ടി തന്നെയാണ്. അതിനുശേഷമാണല്ലോ അതിന് മുൻപാണ് പിന്നെ ഈ ആഗോള അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹത്തിന് മോഡറേറ്റ് ആയിട്ട് ഇരുത്തുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയട്ടെ, അതുകൊണ്ടൊന്നല്ല അത് അവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം ശബരിമലയുമായി ബന്ധപ്പെട്ട് നേരത്തെയും സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്നു. അതുകൊണ്ടാണ് അതവിടെ നിൽക്കട്ടെ. ഈ ആഗോള അയ്യപ്പ സംഗമം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗംഭീരമാകുന്നുള്ള വിവാദത്തിൽ ഇപ്പോഴും ഇനി നിൽക്കാതിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ആളുകൾ ചിരിക്കും. ഇനി അത് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ആളുകൾ ചിരിക്കും, കോടതി ചിരിക്കും. ഒരു മിനിറ്റ്, എന്റെ പോയിന്റ് പറയട്ടെ. കോടതി പറയുന്നത് വളരെ കൃത്യമാണ്. എന്തുകൊണ്ട് ഏകോപനം ഉണ്ടായില്ല? 6 മാസം മുമ്പെങ്കിലും ചെയ്യേണ്ട മുന്നൊരുക്കം അവിടെ ഉണ്ടായിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ് ഏകോപനം ഉണ്ടായിട്ടില്ല, പിഴവ് സംഭവിച്ചു, പരിഹരിക്കാൻ ശ്രമിക്കും, ഒരു 3 ദിവസം തരൂ എന്നാണ്. ഞാൻ ബ്രേക്കിംഗ് ന്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹം ടെലിഫോണിൽ കിട്ടിയപ്പോൾ 3 ദിവസം തരൂ എന്ന് പറയും. 3 ദിവസം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാമെന്ന അർത്ഥത്തിലല്ല അദ്ദേഹം പറയുന്നത്. പരമാവധി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ളതാണ്. ഈ പറയുന്ന പോലീസുകാരുടെ എണ്ണമൊക്കെ കുറവാണ്. അത് പോലീസിന്റെ വീഴ്ചയാണോ? പോലീസുകാർ അത്രയും അവിടെ വിന്യസിക്കാൻ പോലീസുകാരില്ല എന്നൊരു വിഷയമുണ്ട്. അവിടെ നിൽക്കുന്ന പോലീസുകാർ നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്. 4 പോലീസുകാരെ അവിടെ നിർത്തുമ്പോൾ അവർക്ക് അധിക മണിക്കൂർ അവിടെ നിൽക്കാൻ പറ്റില്ല. അത്രയും കഠിനമായ ജോലിയാണ്. ആളുകളെ അങ്ങോട്ട് കൊണ്ടുവരാന്ന് വെച്ചാൽ ഇങ്ങനെ ഒഴുക്കിവിടുകയല്ല, തടഞ്ഞു പിടിച്ചിട്ടാണ്. അവർക്ക് കൈ വേദനിക്കും, അവർ കാല് വേദനിക്കും. ഇനി ഇത്രയും കൂടുതൽ പോലീസുകാരെ കൊണ്ടുവന്നാൽ ആ പോലീസുകാർക്ക് അവിടെ താമസിക്കാൻ സൗകര്യമില്ല, ബാത്റൂം സൗകര്യമില്ല. ഈ പറയുന്ന ശൗചാലയങ്ങളിലൊക്കെ പ്രശ്നം അവിടെ നിൽക്കുന്നു, വെള്ളമില്ലാത്ത പ്രശ്നം നിൽക്കുന്നു. ആളുകൾ ഞങ്ങളോട് പോലീസ് മോശമായി പെരുമാറുന്നത് അവരുടെ പ്രശ്നം കൊണ്ടായിരിക്കാം, അവരങ്ങനെ അത്ര നേരം നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. ആളുകളോട് നന്നായി പെരുമാറുന്നില്ല എന്നുള്ള ബൈറ്റുകൾ നമ്മൾ കണ്ടു. നമ്മൾ കാണുന്ന ദൃശ്യം എന്താണ്? കുഞ്ഞുങ്ങളടക്കം കരയുന്നതാണ്. വൃദ്ധരായ ആളുകളുണ്ട്. ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവാതിരുന്ന ഭാഗ്യം എന്നുള്ളതാണ് കരുതേണ്ടത്. ഉണ്ടാവാതിരുന്നത് ഭാഗ്യം, ഇനി അങ്ങോട്ട് ഉണ്ടാവാതിരിക്കട്ടെ. അതുകൊണ്ടാണ് കോടതി കഠിന വിമർശനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിലൊരു പാളിച്ച ഉണ്ടായിരിക്കും. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ അവിടെ പൈസ കൊടുക്കാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് കരുണ കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് പോലും പൈസ കൊടുക്കാൻ പറ്റുന്നില്ല. അതെ, ദേവസ്വം ബോർഡെങ്കിലും കൊടുക്കണം. എന്നാ പിന്നെ വേണ്ട. പിന്നെ തീർത്ഥാടനം വേണ്ടെന്ന് വെക്കാം. തെരഞ്ഞെടുപ്പുകാരൻ തീർത്ഥാടനം വേണ്ടെന്ന് വെക്കാം. ഒരു മിനിറ്റ്, ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ നിശ്ചലമാകണമെന്നല്ല അർത്ഥം. ഒന്നുമല്ല. പുതിയ പ്രഖ്യാപനങ്ങൾ പാടില്ല. സർക്കാരിന്റെ നേട്ടം വിവരിക്കുന്ന കാര്യം പാടില്ല. പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചില്ല. നോക്കൂ, അതെന്താന്ന് വെച്ചാൽ നോക്കൂ, യോഗം വിളിക്കാൻ പറഞ്ഞല്ലോ. ഇനി നന്നാവും നോക്കട്ടെ. നന്നാവണം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത്. മോശമാണ് നമ്മൾ ആരും ആഗ്രഹിക്കുന്നത്. നന്നാവണം തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ശൗചാലയം പോലും ഇല്ല, അവിടെ അടിസ്ഥാനപരമായ കാര്യങ്ങളില്ല എന്നുള്ള വലിയ കഷ്ടമായിട്ട് കാര്യമാണ്. അതേസമയം അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ നല്ലോണം നിർമ്മിക്കുന്നുണ്ട്. അതിനൊരു കുഴപ്പമില്ല, അതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ആ കച്ചവടം അവിടെ നടക്കുന്നുണ്ട്. ആദ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കും, അതിനുശേഷമാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. ഒരു ബാത്റൂം സൗകര്യമാണ് അത് വേണ്ടത്. കഴിഞ്ഞ 10-20 വർഷം നമ്മളിവിടെ കടന്ന് അഭിപ്രായങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ ഭക്തരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരവിടെ കടന്നുപോയി അവരനുഭവിച്ച കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ പ്രതികരണങ്ങളായി കാണുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോടതിയിൽ നിന്ന് കഠിന വിമർശനം ഉണ്ടായിട്ടുള്ളത്. ആ വിമർശനം ഏറ്റെടുക്കുകയാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞാൽ കൂടി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് ഇല്ല എന്നല്ല, ഉണ്ട് എന്ന് തന്നെയാണ്. നമുക്ക് നോക്കാം വെള്ളിയാഴ്ച എന്ത് മറുപടിയാണ് കോടതിക്ക് നൽകുക എന്ന്. Meet the editors.